സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് മാലദ്വീപ്. മാർച്ച് 15-നകം സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് അന്ത്യശാസനം. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ ചേരുകയാണ്. അരുൺ, പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്നാണ് ഇന്ത്യയും മാൽഡീവ്സും തമ്മിലുള്ള ഈ നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കുറേ കാലങ്ങളായി മാലദ്വീപിൽ നമ്മുടെ സൈന്യമുണ്ട്. ആ ദ്വീപിൻ്റെ സംരക്ഷണത്തിനായി വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ ഇന്ത്യക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലദ്വീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ ഈ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്തിയ സന്ദർശനങ്ങളും മറ്റ് മാലദ്വീപ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ വിളിച്ചു വരുത്തിയതും കൂടാതെ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ മാലദ്വീപ് ഉദ്യോഗസ്ഥർ നയതന്ത്രജ്ഞരെ വിളിച്ചു വരുത്തിയതും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചൈന സന്ദർശനം നടത്തി. ഈ ചൈന സന്ദർശനം അവസാനിച്ചതിന് ശേഷം രാജ്യത്ത് തിരിച്ചെത്തിയതിനു ശേഷമാണ് വളരെ ഒരു നിർണായകമായ തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മാലദ്വീപിൽ നിയോഗിച്ചിട്ടുള്ള സൈനികരെ പിൻവലിക്കാൻ ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയിലെ ഏകദേശം ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ശേഷം മാലിയിലേക്കുള്ള മടങ്ങിയതിനു ശേഷം ഇന്ത്യക്കെതിരെ പ്രത്യക്ഷത്തിൽ ആദ്യമായി ഒരു പരാമർശവും പ്രഖ്യാപനങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. കൂടാതെ ചൈനയും മാലദ്വീപും തമ്മിലുള്ള ബന്ധങ്ങൾ പരസ്പര ബഹുമാനം, പരമാധികാര സമത്വം, പ്രാദേശികപരമായിട്ടുള്ള സഹകരണം, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ എന്നീ കാര്യങ്ങളിൽ ചൈനയുമായി ചർച്ച നടത്തി എന്നുള്ളത് മുയിസു അഭിപ്രായപ്പെട്ടു. ഒരു രാജ്യത്തിന്റെയും പേര് പറയാതെ മുഹമ്മദ് മുയിസു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ചെറുതായിരിക്കാം, പക്ഷെ അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആർക്കും ഒരു രാജ്യത്തിന് നൽകുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഇപ്പോൾ ചികിത്സ ലഭിക്കുന്ന ഗവൺമെന്റിന്റെ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് പദ്ധതി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിലേക്കും തായ്ലൻഡിലേക്കും വ്യാപിപ്പിക്കും, മറ്റ് രാജ്യങ്ങളിലേക്കും ചൈനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുയിസു പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യ സന്ദർശനം എന്ന പതിവ് രീതി മാറ്റിയ പ്രസിഡന്റായിരുന്നു മുഹമ്മദ് മുയിസു. കൂടാതെ ഇന്ത്യ ഔട്ട് എന്നുള്ള ഒരു നിലപാടിൽ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ള പ്രചരണം നടത്തിയ വ്യക്തിയായിരുന്നു മുയിസു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാലദ്വീപിൽ ഇന്ത്യ നിയോഗിച്ചിട്ടുള്ള 77 സൈനികരെയാണ് ഇപ്പോൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാർച്ച് പകുതിയോടെ സൈനികരെ പിൻവലിക്കണമെന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ മാലദ്വീപ് പ്രതിനിധി സംഘത്തോട് മുയിസു ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മാലദ്വീപ് പ്രസിഡന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി അബ്ദുള്ള നസീം മാധ്യമങ്ങളോട് സംസാരിച്ച് തന്റെ പ്രതികരണം രേഖപ്പെടുത്തി. നീലിമ. ഓക്കെ, ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയാണ്. അവിടെയുള്ള സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലദ്വീപ് ഇന്ത്യ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.